ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അരാജകത്വം, അമാനുഷികം, അസഹനീയം, ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. അല്ലാതെ നിങ്ങൾ സയ്യാറാണ് അങ്ങനെ ഒന്നും വന്ന് കാണണ്ട. ഫാൻസ് എന്ന് പറയാൻ പറ്റൂല, അതൊരു ഇന്റൻസ് ലവ് ആണ്. ഹേ സിനിഫിയൽസ്, വെൽക്കം ബാക്ക്. ഫ്രം ദ ഡയറക്ടർ ഓഫ് റാഞ്ചന, ഹിന്ദിയിൽ നിന്നും ധനുഷിന്റെ ഒരു റൊമാൻറ്റിക് മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്, തേരെ ഇഷ്ക് മെയിൻ, മ്യൂസിക് ബൈ AR റഹ്മാൻ. അപ്പോൾ തേരെ ഇഷ്ക് മെയിൻ കണ്ട ഈ ഓഡിഷനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ്, നിങ്ങൾ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ റിവ്യൂലേക്ക്. എങ്ങനെയുണ്ട്? ഒരു ഇന്റൻസ് റൊമാൻസ് മൂവിയാണ്. ഇന്റൻസ് റൊമാൻസ് ആണ്, പക്ഷെ അവർക്ക് സൗണ്ട് ഒന്ന് ടൈം കൂടിപ്പോയി. ഒരു 10-20 മിനിറ്റ് അവർ കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ സ്ഥിരം കാണുന്നത് തന്നെയാണ്. പിന്നെ കുറെ നാൾക്ക് ശേഷം കണ്ടുകൊണ്ട് കൊള്ളാം. ആ ഒരു വാർ സീക്വൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, വാർ സീക്വൻസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം ഒരു റൊമാൻസ് ഓരോ കാര്യങ്ങൾ തന്നെയാണ്. റൊമാൻസ് ഇമോഷണൽ റൊമാൻസ് എന്ന് പറയാൻ പറ്റൂല, അതൊരു ഇന്റൻസ് ലവ് ആണ്. അതായത് വേറെ രീതിക്ക് അവർ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ക്ലീഷിയ റൊമാൻസ് പ്രതീക്ഷിപ്പുണ്ട്, അതൊന്നും അതിനകത്തില്ല. ധനുഷിന്റെ സീതാരാമൻ എന്നൊക്കെ പറയാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇത് ഇന്റൻസ് ലവിന്റെ ഒരു എക്സ്ട്രീം വെർഷനാണ് കാണിക്കുന്നത് അതിനകത്ത്. അപ്പൊ അതൊരു ബോളിവുഡ് രീതിക്ക് എടുത്തതേ ഉള്ളൂ. രാഞ്ചനയുടെ എന്തെങ്കിലും ഇതൊക്കെ വെച്ചിട്ടുണ്ടോ? റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഫറൻസ് ഉണ്ട്. കൊള്ളാം. ഒരു ആനന്ദൽ റായ് പടം തന്നെ. ആനന്ദൽ റായുടെ പടങ്ങൾ കാണുമ്പോൾ എന്താണോ അതാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണോ? ഇമോഷണൽ എൻഡിങ്ങും കാര്യങ്ങളൊക്കെ രാഞ്ചന പോലെ തന്നെയാണ്. പെർഫോമൻസ് വൈസ് ഒക്കെ നല്ലതാണ്. പക്ഷെ ലെങ്ത് കൂടി പോയോന്ന് ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഓരോന്നല്ലേ. അപ്പം പിന്നെ അവിടുത്തെ ഓഡിയൻസിനെ കേട്ടർ ചെയ്താണ് പടം എടുത്തിട്ടുള്ളത്. അപ്പം അവിടെ വർക്ക് ആവേണ്ടതാണ് ഇങ്ങനത്തെ രണ്ട് പടമാണ്. സയ്യാറയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഇത് ടിപ്പിക്കൽ ആനന്ദൽ റായ് പടമാണ്. ആനന്ദൽ റായുടെ ഫിലിമോഗ്രഫി കാണുന്ന ആൾക്കാർക്ക്, അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പാളിച്ചകളില്ലെന്നല്ല, പാളിച്ചകളുണ്ട്. പക്ഷെ എന്നാലും ത്രൂ ഔട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ ആനന്ദൽ റായുടെ പടങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ധനുഷിൻ്റെ, അതായത് വേറൊരു ധനുഷ്, റാഞ്ചനയല്ല എന്നാൽ കുറേ റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. തിരുച്ചിത്രമ്പലം അതുമല്ല, അത് ക്യാരക്ടർ വേറെയാണ്. ആ രീതിക്ക് പോർട്രേ ചെയ്തിട്ടുണ്ട്. കൃതി സെൻ ആണെങ്കിലും വളരെ മെച്ചുവറായിട്ടുള്ള അഭിനയമാണ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി എല്ലാം നന്നായിട്ടുണ്ട്. ARRന്റെ മ്യൂസിക് നല്ല ഫീൽ കൊടുക്കുന്നുണ്ട് സിനിമയ്ക്ക്. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ലവ് സ്റ്റോറി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? എല്ലാം സ്ഥിരം സ്ട്രക്ചർ പരിപാടി തന്നെ, പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. റാഞ്ചന തന്നെയാണ്. റാഞ്ചന കണ്ടവർക്ക് കുറച്ച് കണക്ട് ആവുന്ന സെക്കൻഡ് ഹാഫിൽ അങ്ങനെ 1-2 സാധനങ്ങളുണ്ട്. അത് കണ്ടാൽ കുറച്ചും കൂടെ കണക്ട് ആവും. അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. യൂണിവേഴ്സ് അല്ല, പക്ഷെ ക്യാരക്ടേഴ്സ് 1-2 പേര് വന്നു പോകുന്നുണ്ട്. അത്രങ്കി റെയിലൊരു ആൾ വരുന്നുണ്ട് വീണ്ടും. അപ്പം നമുക്ക് അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ റെഫറൻസസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്ന സീക്വൻസുകളും ഉണ്ട്. ഇത് ടിപ്പിക്കൽ ആനന്ദൽ റായ് പടമാണ്. അല്ലാതെ നിങ്ങൾ സയ്യാറാണ് അങ്ങനെ ഒന്നും വന്ന് കാണണ്ട. ടിപ്പിക്കൽ ആനന്ദൽ റായ് പടമാണ്. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. സംഭവം ഇപ്പം നിങ്ങൾക്ക് രാഞ്ചൻ ഹായും കാതൽ കൊണ്ടേനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കണക്ഷൻ കിട്ടും, ഇഷ്ടപ്പെടും. അല്ലാതെ പക്ഷം നോക്കുമ്പം ഇപ്പോൾ പടം ഒന്നാമത് നല്ല ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ ചിലവർക്ക് ഞാൻ പറഞ്ഞില്ലേ, കണക്ഷൻ വന്നില്ലെങ്കിൽ അതിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി വർക്കായി. പടത്തിൽ കുറേ മറ്റേ ബാറ്റിൽ സീൻസൊക്കെ കുറച്ച് കാണിക്കുന്നുണ്ട്. അതെല്ലാം നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളെങ്കിലും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ മേക്കിങ്ങും കൊള്ളായിരുന്നു. പിന്നെ ഇതിൽ AR റഹ്മാൻ്റെ മ്യൂസിക് ഞാൻ ആദ്യം മറ്റേ സ്പോട്ടിഫൈയുടെ പ്ലേലിസ്റ്റിലൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വർക്കായില്ല. പക്ഷേ ഈ പടം കാണുമ്പോഴത്തേക്കും നല്ല വർക്കാവുന്നുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ഓവറോൾ ഡിപ്പെൻസ് അപ്പോൺ ഇത് ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവാണ്. അങ്ങനെ നോക്കുമ്പോൾ ട്രെയിലറിലൊക്കെ ഒരു അർജുൻ റെഡ്ഡി വൈബ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര അങ്ങനെയൊന്നുമില്ല. ധനുഷിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് ഇതിൽ. എന്ന് വെച്ചാൽ കുറച്ച് ഈ ലവ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. കുറേ കോംപ്ലക്സ് ആവും ഭയങ്കരമായിട്ട്. അപ്പം കണ്ടുവെക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു. എനിക്ക് തിയേറ്ററിലിരുന്ന ഒരു അസഹനീയമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് കങ്കു എന്ന സിനിമ കണ്ടപ്പോഴാണ്. കാരണം അത് സിനിമയ്ക്ക് പല പാളിച്ചകളുണ്ടായിരുന്നു. പക്ഷെ അവർ സംവിധായകൻ ഒരു പ്ലോട്ട് ഉണ്ടാക്കി, ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു പ്രദേശം. പക്ഷെ അത് എടുത്തുനിന്നപ്പോൾ ലൗഡ്നെസ് കാര്യങ്ങൾ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ തലതല്ലി പൊളിക്കാനുള്ള ഒരു ഇതൊക്കെ എടുത്തു. അതിനുശേഷം എന്നാൽ അതിനേക്കാൾ ഒരു 5 മടങ്ങ് കൂടുതൽ സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു സിനിമ വന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അരാജകത്വം, അമാനുഷികം, അസഹനീയം, ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. റാഞ്ചന എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര വർക്കായതാണ്. ക്ലൈമാക്സ് കണ്ടന്ന് കരഞ്ഞ് മെഴുകിയിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഡയലോഗ്സ് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സംഭവം. പക്ഷേ ആ സിനിമ ഇന്ന് നമ്മൾ റീവിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഔട്ട്ഡേറ്റഡ് ആയി സംഭവം.
ഇത് റാഞ്ചനയുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ, എന്നാൽ അതിനകത്തൂടെ അരാജകത്വം കൂടെ കുത്തി കയറ്റിക്കൊണ്ടാണ് ഇതിനകത്ത് വരുന്നത്. എനിക്ക് ക്യാരക്ടറാണോ ഇറിറ്റേറ്റിംഗ് അതോ സിനിമ ക്യാരക്ടറല്ല, അതിന്റെ ഡയലോഗുകളൊക്കെ എഴുതി വെച്ചിരിക്കുമ്പോഴത്തേക്ക് എന്റെ പൊന്നെ, നമ്മൾ ഏത് സമൂഹത്തിലാണ് ജീവിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ സിനിമ വലിച്ചു കീറ പറഞ്ഞത് സെൻസർ ബോർഡ് ഇതിന് ഇങ്ങനെ നമ്മൾ ഈ പുകവലി, മദ്യപാനവും മറ്റേ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നത് മാത്രമല്ല, അരാജകത്വപരമായിട്ടുള്ള പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനും കൂടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീവിരുദ്ധതയാണോ അതോ എന്തെങ്കിലും ഇപ്പം പഴയ നമ്മൾ ഇപ്പം റാഞ്ചന ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ബോയ് ഒരു പെൺകുട്ടിയുടെ പെർസ്വേഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. ആ ഒരു കാറ്റഗറിയിൽ ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. മിന്നൽ എന്ന സിനിമ അത് ഹിന്ദിയിലും ഭയങ്കര കൾട്ട് ക്ലാസിക്കായി. ആര്യ 2 അതൊക്കെ ഭയങ്കര സെലിബ്രേറ്റഡ് ആണ്, ഇന്ന് സെലിബ്രേറ്റ് ആണ്. പക്ഷെ അത് അന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചതായിട്ട് നമ്മൾ പറയും. പക്ഷെ ഇന്ന് വീണ്ടും വന്നിട്ട് അതിനെ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന് എന്തൊക്കെയാണ് ചേട്ടാ, നമ്മൾ ഒരു പരിധി വരുമ്പോഴത്തേക്കും നമ്മൾ ക്യാരക്ടർ നമ്മൾ മൂവ് ഓൺ ആയി പോകും. നമ്മുടെ കാലഘട്ടം മാറും, എല്ലാം മാറും, ജീവിത സാഹചര്യങ്ങൾ മാറും. ഇത് അതിൽ തന്നെ മീൻസ് ഇങ്ങനത്തെ ലോകത്ത് ഇങ്ങനെ മനുഷ്യരാരും ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം. പക്ഷേ ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, അതിൽ തന്നെ ഇങ്ങനെ ഒരു ലവ് എന്നുള്ളൊരു ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ എന്തിനാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ ചുമ്മാ കള്ളുപിടിച്ചുകൊണ്ട് നടക്കുന്നത്, ഒരു ഉത്തരവില്ല. ചുമ്മാ എന്തിനോ എന്തെങ്കിലും അതിനൊരു റീസണിങ് വേണ്ടേ, ഒരു ഇതുമില്ല. ശരി, നാഷണൽ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ആർമി അല്ലെങ്കിൽ ഇവിടെ പോലുള്ള ആൾക്കാർ, കുടുംബക്കാർ പറയുമോ നിങ്ങൾ പോകരുത്, എല്ലാവരും അഭിമാനത്തോടെ പറയുന്നത് നാഷൻ ഫസ്റ്റ് ആണ് എന്നാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നില്ല, സംഭവിച്ചു ഇത് അതിനെയൊക്കെ വേറെ രീതിയിൽ പറഞ്ഞിട്ട് പറ്റുന്നില്ല. എനിക്ക് ഒട്ടും വർക്കായില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് അരാജകത്വപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഈ ഒരു സിനിമ സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഓളമുള്ളവർ ഈ സിനിമ കണ്ടിട്ട് ഇന്നെ വലിച്ചു കീറി ഇന്നെ ഒട്ടിച്ച് ഈ സിനിമയിൽ പോലെ ബോളിവുഡിലൊരു സെൻസേഷൻ ആവോ റൊമാൻസ് ഒക്കെ ഉണ്ടായോണ്ട് പറയാൻ പറ്റില്ല. ഇന്നിപ്പം പലർക്കും ഇപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരുന്ന വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞത് റാഞ്ചന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇത് വെച്ച് എനിക്ക്. പക്ഷേ റാഞ്ചന ശരിയാണ് അന്നത്തെ ഇഷ്ടം. ഈ സിനിമയിൽ പോലും റാഞ്ചന റെഫറൻസ് ഉണ്ട്. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് വൈബ് അടിക്കുന്നുണ്ട് ഇതിനകത്ത്. ശരിയാണ്, ആ ഒരു BGM കയറി വരുമ്പോഴത്തേക്ക് നല്ല ഇതുണ്ട്. പക്ഷേ ഇത് ഓവറോൾ എന്നെ പൂർണ്ണമായി നിരാശപ്പെടുത്തി. എനിക്ക് ഇല്ല, ഒരു പ്രേമം എന്നുള്ളൊരു വികാരം ശരിയാണ്, അതിൻ്റെ പേരിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് അതിൻ്റെ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്ത് അങ്ങനെ അങ്ങേയറ്റം പോയി കാണിച്ചൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതൊരിക്കലും നമ്മുടെ ഒരു പുരോഗമന സമൂഹത്തിൽ ഇങ്ങനെ വീണ്ടും ഒരു പിന്തിരിപ്പൻ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. അത്രയേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഉള്ളായിരുന്നു. എങ്ങനെ സ്ഥിരം ഒരു ബോളിവുഡ് റൊമാൻറ്റിക് മൂവി പോലെ തന്നെയാണോ? അല്ല, ഇതിനകത്ത് മാറ്റമുണ്ട്. എന്നാലും നമ്മൾ ആനന്ദ് റൈയുടെ ഒരു സ്ഥിരം ഇത് ഉണ്ടല്ലോ, പാറ്റേൺ ഉണ്ടല്ലോ, അത് തന്നെ. ഓക്കെ, ഇത്രയാണ്. എന്നാലും നമ്മുടെ രാഞ്ചനയുടെ ഒരു ഇതൊക്കെ പറഞ്ഞായിരുന്നു. ഇല്ല, ആ ക്യാരക്ടറൊന്നും അത്ര ഇതൊന്നുമല്ല. എ റഹ്മാന്റെ ഒരു സ്കോറും പാട്ടൊക്കെ കൊള്ളാം. പിന്നെ ആനന്ദ് റൈയുടെ ഒരു സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് പിടിച്ചു വെക്കാണ്. എല്ലാവർക്കും വർക്കാവും റൊമാൻസ്? ഇല്ല, അത്ര പോരാ. സയ്യാറൊക്കെ പോലെ അത്ര സയ്യാറെ പോലെ ഒന്നും വരില്ല. ലാസ്റ്റ് എങ്ങനെയുണ്ട്? ഹാപ്പി എൻഡിങ് ആണോ? ഹാപ്പി എൻഡിങ് അല്ല, റൊമാൻസ് മൂവിയാണോ? ഒരു ഭയങ്കര റൊമാൻസ് ആവശ്യത്തിനുണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫ് മൊത്തം ഇമോഷണലാണ്. ഫുൾ ആ ഒരു ട്രാക്കാണ് പിടിച്ചേക്കുന്നത്. കൊള്ളാം, ടോട്ടലി നല്ല സിനിമ. മ്യൂസിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക് വിഷയം ഇടയ്ക്ക് മ്യൂസിക് നല്ല മ്യൂസിക് ആയിരുന്നു. AR റഹ്മാൻ ചെയ്യുന്ന, പിന്നെ പ്രകാശ് രാജ് നല്ല കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല റോളായിരുന്നു. പോലെ അത്രയ്ക്ക് ഇമോഷണൽ കണക്ട് ആവും എല്ലാവർക്കും. ഏകദേശം രണ്ടും ഏകദേശം സെയിം തീം പോലെ. ഓക്കെ.